ലൂക്കോസ് 11:14 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഒരു ഊമനിൽ നിന്നൊരു ഭൂതത്തെ പുറത്താക്കി. അതവനെ സംസാരിക്കാൻ പ്രാപ്തനാക്കി. ചിലർ അത്ഭുതപ്പെടുമ്പോൾ മറ്റുള്ളവർ ബെയൽസെബൂലിന്റെ ശക്തിയാൽ യേശു പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിക്കുന്നു. ആത്മീയ യുദ്ധത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും ആത്മീയ നിഷ്പക്ഷതയുടെ അപകടത്തെക്കുറിച്ചും ശക്തമായ ഒരു പഠിപ്പിക്കലിലൂടെ യേശു പ്രതികരിക്കുന്നു. തന്റെ ശക്തി പൈശാചികമല്ല, മറിച്ച് ദൈവികമാണെന്ന് യേശു തെളിയിക്കുന്നു. തന്നിൽ തന്നെ വിഭജിച്ചിരിക്കുന്ന ഒരു രാജ്യം നിലനിൽക്കില്ല. സാത്താനെ പുറത്താക്കിയാൽ അവന്റെ രാജ്യം വീഴും. യേശു പറയുന്നു, എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയാൽ ദൈവരാജ്യം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. അവന്റെ അത്ഭുതങ്ങൾ അവന്റെ മിശിഹൈക സ്വത്വത്തെ സ്ഥിരീകരിക്കുന്നു. യേശു പ്രഖ്യാപിക്കുന്നു, എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോട് കൂടെ കൂടാത്തവൻ ചിതറിക്കുന്നു. ഇതൊരു തീരുമാനത്തിലേക്കുള്ള ആഹ്വാനമാണ്. ക്രിസ്തുവിന്റെ കാര്യത്തിൽ നമുക്ക് വേലിയിലിരിക്കാൻ കഴിയില്ല. തീരുമാനമെടുക്കാതെ ഇരിക്കുന്നത് അവനെതിരാണ്. പുറത്താക്കപ്പെട്ട ഒരു പിശാചിനെ കുറിച്ച് യേശു പറയുന്നു, അവൻ തന്റെ പഴയ വാസസ്ഥലം അലഞ്ഞു തിരിഞ്ഞ് ക്രമീകരിച്ചിരിക്കുന്ന അവസ്ഥയിൽ തിരിച്ചെത്തുന്നു. അത് തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 ആത്മാക്കളുമായി വീണ്ടും പ്രവേശിക്കുന്നു. കൂടാതെ വ്യക്തിയുടെ അന്തിമ അവസ്ഥ ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. ഇവിടെ മുന്നറിയിപ്പ് ഗൗരവമുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നില്ലെങ്കിൽ ധാർമ്മിക പരിഷ്കരണം ഒരു വ്യക്തിയെ കൂടുതൽ വലിയ അടിമത്തത്തിലേക്ക് തുറന്നുവിടുന്നു. ക്രിസ്തുവിന്റെ അധികാരത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. സാത്താനെ കീഴടക്കാൻ അവന് മാത്രമേ ശക്തിയുള്ളൂ. ക്രിസ്തുവിനെ സ്വീകരിക്കുക. അവൻ ഉള്ളിൽ വസിക്കാൻ അനുവദിക്കുക.